ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുന്നു. വഖഫ് ബോർഡുകളിൽ മതേതരത്വവും സ്ത്രീ പ്രാതിനിധ്യവും ഉറപ്പാക്കുന്നതാണ് ബില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഏകപക്ഷീയമെന്ന് പ്രതിപക്ഷം. 2020 ദേശീയ വിദ്യാഭ്യാസ നയം പരിഷ്കാരത്തിനപ്പുറം രാജ്യത്തിന്റെ ഭൌതിക നവോത്ഥാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇമിഗ്രേഷൻ നിയമങ്ങൾ നവീകരിക്കുന്നതിനായുള്ള ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസ് വഴി 2024-25 1 ദശലക്ഷത്തിലധികം മനുഷ്യ വിഭവശക്തി പ്രയോജനപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിന് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം. IPL-ൽ ബംഗളൂരുവിനെതിരെ ഗുജറാത്ത് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. വഖഫ് ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. സംയുക്ത പാർലമെന്ററി സമിതി നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ബിൽ അവതരിപ്പിച്ചത്. വഖഫ് ബോർഡുകൾ മതേതരമാക്കുകയും വസ്തുവകകളുടെ നിയന്ത്രണവുമാണ് ബിൽ ഉദ്ദേശിക്കുന്നതെന്നും കിരൺ റിജിജു പറഞ്ഞു. ഈ നിയമനിർമ്മാണം മുൻകാല പ്രാബല്യമുള്ളതല്ലെന്നും ആരുടെയും സ്വത്ത് കണ്ടുകെട്ടാൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്നും മന്ത്രി പറഞ്ഞു. कानून प्रोस्पेक्टिव है, रेट्रोस्पेक्टिव नहीं है. ये किसी का जमीन छीनने का कानून नहीं है. ये किसी का राइट, किसी का हनन करके उसका प्रॉपर्टी को हड़पने का नहीं है. राज्य सरकारों को अधिकार दिया गया है कि जो ऑलरेडी रजिस्टर्ड है उसका तो कोई डिस्प्यूट नहीं है, लेकिन जो വഖഫ് ബോർഡുകളിൽ വ്യത്യസ്ത മുസ്ലിം വിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും മുസ്ലിങ്ങളല്ലാത്തവരുടെയും പ്രാതിനിധ്യം ഉണ്ടായിരിക്കുമെന്ന് കിരൺ റിജിജു വ്യക്തമാക്കി. ബില്ലിനെക്കുറിച്ച് പ്രതിപക്ഷം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു. സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് മന്ത്രിസഭ അംഗീകരിച്ച ബിൽ കൊണ്ടുവന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. कांग्रेस के जमाने में कमेटियां होती थी जो थप्पा लगाती थी. हमारी कमेटी चर्चा करती है, चर्चा के आधार पर विचार करती है और परिवर्तन करती है. अगर परिवर्तन को स्वीकार ही नहीं करना है तो कमेटी काहे को लिए है भाई? ബില്ലിലൂടെ ഭരണഘടനയെ ദുർബലപ്പെടുത്താനും ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്താനും ഇന്ത്യൻ സമൂഹത്തെ വിഭജിക്കാനും സർക്കാർ ആഗ്രഹിക്കുന്നുവെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ട് കോൺഗ്രസിലെ ഗൌരവ് ഗൊഗോയ് പറഞ്ഞു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, നോട്ട് നിരോധനം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാജയം മറച്ചുവെക്കാനാണ് സർക്കാർ ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആരോപിച്ചു. TMC MP കല്യാൺ ബാനർജി നിർദ്ദിഷ്ട നിയമനിർമ്മാണത്തെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതും യുക്തിരഹിതവും ഏകപക്ഷീയവുമാണെന്ന് വിശേഷിപ്പിച്ചു. സുതാര്യതയും ലിംഗനീതിയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് വഖഫ് ബോർഡുകളിൽ സ്ത്രീകളെ നിർബന്ധിതമായി ഉൾപ്പെടുത്താൻ ബിൽ നിർദ്ദേശിക്കുന്നുവെന്ന് ചർച്ചയിൽ പങ്കെടുത്ത BJPയിലെ രവിശങ്കർ പ്രസാദ് പറഞ്ഞു. വഖഫ് ഭേദഗതി ബിൽ മതേതര കക്ഷികൾക്ക് അംഗീകരിക്കാനാവില്ലെന്നും ബില്ലിനെ ശക്തമായി എതിർക്കുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ബില്ല് സഭയിൽ പാസായാൽ ഇതിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം വിഷയത്തിന് വഖഫ് ഭേദഗതിയുമായി ബന്ധമില്ലെന്നും കേരള സർക്കാരിന് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണിതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ ഘടകകക്ഷികളും പരസ്പരം ആലോചിച്ചിട്ട് തന്നെ എടുത്തൊരു നിലപാടാണ് ഇന്നലെ. ഇന്നും അവർ 12 മണിക്ക് ചർച്ച തുടങ്ങുന്നതിന് മുമ്പൊക്കെ കൂടിയാലോചിക്കുന്നുണ്ട്. വളരെ ക്ലാരിറ്റി ഉള്ള ഒന്നാണ്. കാരണം ഈ വഖഫ് ബില്ല് ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശത്തെ ധ്വംസിക്കുന്ന ഒരുപാട് വകുപ്പുകൾ അതിലുണ്ട്. ഒന്നും രണ്ടും അല്ല, ഒരുപാടുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ഒരു പ്രത്യേക പ്രശ്നങ്ങൾ ഉദ്ദേശിച്ചത് നമ്മുടെ മുനമ്പത്തുള്ള വിഷയമായിരുന്നു. മുനമ്പത്തുള്ള വിഷയമാണ് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മളൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്, അത് രമ്യമായി പരിഹരിക്കണം. ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 രാജ്യസഭ പരിഗണനയ്ക്ക് എടുത്തു. ഇമിഗ്രേഷൻ നിയമങ്ങൾ നവീകരിക്കുന്നതിനാണ് ബിൽ. പാസ്പോർട്ടുകൾ, യാത്രാരേഖകൾ, വിസ, രജിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ചില അധികാരങ്ങൾ നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ട്. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായാണ് രാജ്യസഭയിൽ ബിൽ അവതരിപ്പിച്ചത്. ലോക്സഭ ബിൽ നേരത്തെ പാസാക്കിയിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഒരു പരിഷ്കാരത്തിനപ്പുറം രാജ്യത്തിന്റെ ബൌദ്ധിക നവോത്ഥാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാഭ്യാസത്തിലൂടെയും നവീകരണത്തിലൂടെയും സ്വയം പര്യാപ്തവും ആഗോളതലത്തിൽ മത്സരക്ഷമതയുള്ളതുമായ ഒരു രാഷ്ട്രത്തിന് NEP വഴിയൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭവിച്ച പരിവർത്തനം എടുത്തുകാണിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഒരു ലേഖനം പ്രധാനമന്ത്രി പങ്കുവച്ചു.
6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തായ്ലൻഡിലെത്തും. പ്രധാനമന്ത്രിയുടെ 3ാമത്തെ തായ്ലൻഡ് സന്ദർശനമാണിത്. ബാങ്കോക്കിൽ തായ്ലൻഡ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും നിരവധി ഉഭയകക്ഷി കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യും. പ്രതിരോധശേഷിയുള്ളതും സമൃദ്ധവും സുതാര്യവുമായ ബിംസ്റ്റെക് എന്നതാണ് 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഡിജിറ്റൽ സംഭരണ പ്ലാറ്റ്ഫോമായ ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസ് വഴി 1 ദശലക്ഷത്തിലധികം മനുഷ്യ വിഭവശക്തി പ്രയോജനപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം. മനുഷ്യശക്തി ഔട്ട്സോഴ്സിംഗ് സേവനം സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ള നിയമന പ്രക്രിയ ലളിതമാക്കുന്നതിനൊപ്പം സമഗ്രമായ സേവനതല കരാറിലൂടെ തൊഴിൽ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്ന് ജെം CEO അജയ് ഭാദു അറിയിച്ചു. നിലവിൽ 33,000-ലധികം സേവനദാതാക്കളെ ജെം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കേരളത്തിന് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം. 2024 ഡിസംബർ 7 മുതൽ 2025 മാർച്ച് 7 വരെ നടന്ന ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ 100-ദിന കർമ്മ പരിപാടിയിൽ പരമാവധി നാറ്റ് ടെസ്റ്റ് ചെയ്തതിനുള്ള പുരസ്കാരമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളം നടത്തുന്ന ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങളെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ അഭിനന്ദിച്ചിരുന്നു. മെയ് 1 മുതൽ മെയ് 4 വരെ മുംബൈയിൽ നടക്കുന്ന വേവ്സ് 2025ലേക്ക് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ചിലി സാംസ്കാരിക കലാ പൈതൃക മന്ത്രി കരോലിനയെ വേവ്സ് 2025ലേക്ക് ക്ഷണിച്ചു. ഇന്ത്യ ചിലി സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള വഴികളെക്കുറിച്ച് ഇരു മന്ത്രിമാരും ചർച്ച ചെയ്തു. 2024-25 സാമ്പത്തിക വർഷത്തിൽ 5,150 കിലോമീറ്റർ ദേശീയപാതകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യം മറികടന്നതായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. 5,600 കിലോമീറ്ററിലധികം പാതയാണ് ഈ കാലയളവിൽ നിർമ്മിച്ചത്. ദേശീയപാതകളിലെ ടോൾ നിരക്കുകൾ 4 മുതൽ 5% വരെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും NHAI അറിയിച്ചു. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. ആദ്യ മത്സരത്തിൽ ഗോവ ബംഗളൂരുവിനെ നേരിടുന്നു. മോഹൻ ബഗാനും ജംഷഡ്പൂരുമായുള്ള സെമി ഫൈനൽ നാളെയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാത്രി തീരുവ പ്രഖ്യാപിക്കും. $1.2 ട്രില്യൺ ആഗോള ചരക്ക് വ്യാപാര കമ്മി കുറയ്ക്കാൻ ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്ന രാജ്യങ്ങളെയും മേഖലകളെയുമാണ് താരിഫ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സംസ്ഥാന സർക്കാർ നാളെ വീണ്ടും ചർച്ച നടത്തും. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വൈകുന്നേരം 3 മണിക്കാണ് ചർച്ച. തൊഴിലാളി സംഘടനാ പ്രതിനിധികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. CPIM 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ആരംഭിച്ചു. മുതിർന്ന നേതാവ് ബിമൻ ബസു പതാക ഉയർത്തി. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരട്ട് പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 6 വരെ ചേരുന്ന പാർട്ടി കോൺഗ്രസിൽ 80 നിരീക്ഷകരടക്കം 800-ലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. പൈങ്കുനി ഉത്രം ഉത്സവത്തിന്റെ കൊടിയേറ്റ് ചടങ്ങ് ശബരിമല സന്നിധാനത്ത് ഇന്ന് നടന്നു. പ്രധാന ചടങ്ങായ ആറാട്ട് ഈ മാസം 11-ന് പമ്പാ നദിയിൽ നടക്കും. ഉത്സവം തീരുമ്പോൾ വിഷു പൂജകൾ തുടങ്ങുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ 18 വരെ തുടർച്ചയായി ക്ഷേത്രനട തുറന്നിരിക്കും. 6 മെഗാവാട്ട് മീഡിയം സ്പീഡ് മറൈൻ ഡീസൽ എഞ്ചിന്റെ രൂപകൽപ്പനയ്ക്കും വികസനത്തിനുമുള്ള മേക്കായ് വിഭാഗത്തിലെ പദ്ധതിയുടെ അനുമതി ഉത്തരവിൽ ഇന്ത്യൻ നാവികസേന ഒപ്പുവച്ചു. ന്യൂഡൽഹിയിലെ കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് ലിമിറ്റഡുമായാണ് കരാർ ഒപ്പിട്ടത്. 50% തദ്ദേശീയമായ പ്രോട്ടോടൈപ്പ് ഡീസൽ എഞ്ചിൻ 270 കോടി രൂപ ചെലവിൽ വികസിപ്പിക്കും. ഇന്ത്യൻ നാവികസേനയുടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകളിലെ പ്രധാന പ്രൊപ്പൽഷനും വൈദ്യുതി ഉൽപ്പാദനത്തിനും വികസിപ്പിച്ച എഞ്ചിനുകൾ ഉപയോഗിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുന്നു. വഖഫ് ബോർഡുകളിൽ മതേതരത്വവും സ്ത്രീ പ്രാതിനിധ്യവും ഉറപ്പാക്കുന്നതാണ് ബില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഏകപക്ഷീയമെന്ന് പ്രതിപക്ഷം. 2020 ദേശീയ വിദ്യാഭ്യാസ നയം പരിഷ്കാരത്തിനപ്പുറം രാജ്യത്തിന്റെ ബൌദ്ധിക നവോത്ഥാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇമിഗ്രേഷൻ നിയമങ്ങൾ നവീകരിക്കുന്നതിനായുള്ള ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസ് വഴി 2024-25 1 ദശലക്ഷത്തിലധികം മനുഷ്യ വിഭവശക്തി പ്രയോജനപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിന് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം. IPLൽ ബംഗളൂരുവിനെതിരെ ഗുജറാത്ത് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.